നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് പുലർച്ചെ നടന്ന ഇന്റർ മയാമി വേഴ്സസ് ഷാർലറ്റ് എഫ് സി മത്സരം ഇന്റർ മയാമി ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു. കളിയിൽ പക്ഷേ ലിയോ മെസ്സിയെ കളിപ്പിച്ചില്ല. അദ്ദേഹം ബെഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു, സ്ക്വാഡിലും ഉണ്ടായിരുന്നു. പക്ഷേ ഹവിർ മഷ്റാനോ കളിപ്പിച്ചില്ല. എന്തുകൊണ്ട് കളിപ്പിച്ചില്ല? അതിനെക്കുറിച്ചുള്ള ചോദ്യം കളിക്ക് ശേഷം വന്നു. അതിൻ്റെ മറുപടി നോക്കാം. മഷ്റാനോ പറഞ്ഞത്, ഞങ്ങൾ മെസ്സിക്ക് കുറച്ച് മിനിറ്റുകൾ ഈ മത്സരത്തിൽ കൊടുക്കണമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. കുറച്ച് സമയമെങ്കിലും അദ്ദേഹത്തെ കളിപ്പിക്കണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കളി എങ്ങനെയാണ് മുന്നേറുക എന്നതനുസരിച്ചായിരിക്കും ആ തീരുമാനം എന്നും ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. അപ്പം ആ ഒരു കളിയുടെ പോക്കിനനുസരിച്ചാണ് അദ്ദേഹത്തെ പിന്നീട് ഗ്രൗണ്ടിലേക്ക് ഇറക്കാതിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കാതിരിക്കുക ഇത്തരം ഒരു സിറ്റുവേഷനിൽ അതായിരിക്കും ബെറ്റർ. റിസ്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് കളിപ്പിക്കാതിരുന്നത്. അതാണ് മഷ്റാൻ പറഞ്ഞത്. അതായത് ഈ കളിക്ക് മുമ്പ് മെസ്സിക്ക് കുറച്ച് മിനിറ്റുകളെങ്കിലും കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. മെസ്സി കുറച്ച് കളികൾ കളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു താരത്തെ ഇപ്പോൾ റെഡ് കാർഡൊക്കെ കിട്ടിയിട്ട് 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് വല്ലാതെ ഡിഫെൻഡ് ചെയ്തൊക്കെ നിൽക്കേണ്ട ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ മെസ്സിയെ ഇറക്കി റിസ്ക് എടുക്കേണ്ട എന്നാണ് താൻ തീരുമാനിച്ചത് എന്ന് ഇപ്പോൾ ഹവിർ മഷ്റാനോ പറയുന്നു. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഇറക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ, ഉസ്റ്റാരിക്ക് റെഡ് കിട്ടി. അതിനുശേഷം ടാഡിയോ അലൻഡയുടെ ഗോൾ വന്നു. അപ്പോൾ ഇന്റർ മയാമിക്ക് ലീഡായി. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ലിയോ മെസ്സിയെ ഇറക്കാതിരിക്കാൻ അതൊരു കാരണമായിട്ടുണ്ടാകും. കാരണം ആ ലീഡ് സംരക്ഷിച്ച് നിർത്തണം. അലൻഡെ സ്കോർ ചെയ്തു. മഷ്റാനോ സബ്സ്റ്റിറ്റ്യൂട്ട് താരങ്ങളെ വാമപ്പിന് വിടുമ്പോൾ മെസ്സി ഒഴികെ ബാക്കി താരങ്ങളെ വാമപ്പിന് വിടുന്നത് നമ്മൾ കണ്ടു. പിന്നെ അദ്ദേഹം അറ്റാക്കേഴ്സിനെയൊക്കെ പിൻവലിക്കുകയാണ്. സുവാരസിനെയും സെഗോവിയെയും ഒക്കെ പിൻവലിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം പിന്നെ ഒരു അറ്റാക്കിംഗ് പ്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. ആ ഗോൾ സംരക്ഷിച്ച് നിർത്തുക, ലീഡ് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് മെസ്സി കളിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത് ശരിയായ തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും മെസ്സി കളിക്കളത്തിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷേ 10 പേരായിട്ട് ടീം ചുരുങ്ങിയ ഘട്ടത്തിൽ, സുവാരസിനെ അടക്കം പിൻവലിച്ചൊരു ഘട്ടത്തിൽ യങ് പ്ലെയേഴ്സിനെ കളിക്കളത്തിലേക്ക് വിടുക, യങ്ങർ പ്ലെയേഴ്സിനെ കളിക്കളത്തിലേക്ക് വിട്ട് ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു മഷ്റാനോയുടെ തീരുമാനം. കോച്ച് എന്ന നിലയിൽ അതാണ് ശരിയായ തീരുമാനം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.